2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുചെവിൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോകും. അവന്റെ ശരീരം മുഴുവൻ അവർ ചാട്ടവാർ വീശി അടിച്ച് തകർത്ത് കളഞ്ഞതിന്റെ ഉത്തരവാദി നീ തന്നെയാ. അയ്യോ ഞാൻ ഇന്നല്ലേ ജനിച്ചതല്ല പ്രിയപ്പെട്ടവരെ. ആദമിൽ ജനിച്ച നിന്റെ ഇന്നത്തെ പാപത്തിന്റെ ശിക്ഷയും കൂടെ അവൻ ഏൽക്കേണ്ടി വന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ അടിയേറ്റ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡനം ഏൽക്കേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും ശരീരത്തിൽ ചെയ്ത പാപം. അപ്പൊ നീ പറയുന്നത് ഞാൻ പാപമേ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാൻ പറയും. ഒരു മർത്തോമായിലെ ഒരു 83 വയസ്സുള്ള ഒരു സ്കൂൾ അധ്യാപകനോട് ഞാൻ സുവിശേഷം അറിയിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ ആരുടെ കയ്യിൽ 5 പൈസ കടം മേടിച്ചിട്ടില്ല, ആർക്കും കൊടുക്കുവാനില്ല, ഞാൻ നീതിയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ ലോകത്തിൽ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിനെ വേണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാവരും പാപികളായിട്ടും അവൻ പറയുന്നത് ഞാൻ നീതിമാനാണെന്ന്. ഞാൻ ആ സാറിന്റെ മുഖത്ത് നോക്കി തന്റെ ഭാര്യ ഇരിക്കുമ്പോൾ ചോദിച്ചു, പ്രിയപ്പെട്ട സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ന്യായപ്രമാണത്തിൽ വ്യഭിചാരം ചെയ്യലെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കിപ്പോയാൽ അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അയ്യോ, സാറിന്റെ കണ്ണ് നിറഞ്ഞു. തന്നെത്താൻ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറ്റക്കാരനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാത്തവരാരുമില്ല പ്രിയപ്പെട്ടവരെ, ആരുമില്ല. ഞാൻ നിങ്ങളെക്കാളും പാപിയായിരുന്ന ഒരു മനുഷ്യനാ. എന്നാൽ എനിക്ക് യേശു ക്രിസ്തുവിനെ ആവശ്യമായിട്ട് വന്നു. രോഗികൾക്കല്ലയോ വൈദ്യരെ കൊണ്ട് ആവശ്യം. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. ആ യേശു ക്രിസ്തുള്ള പാപമോചനം നേടാൻ നിങ്ങൾ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നരകം നമ്മളെ കാത്തിരിക്കുന്നു. അതിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞങ്ങളെപ്പോൾ ഉപദേശമാര് കണ്ണുനീരോടാണ് പ്രസംഗിക്കുന്നത്. വലിയ ദുഃഖത്തോടും കണ്ണുനീരോടും നിലവിളിയോടും കൂടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ആത്മാക്കളെ പറ്റിയുള്ള ഭാരം കൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ആരുടെയും 100 രൂപ ആഗ്രഹിച്ചല്ല പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് തെരുവോരങ്ങളിൽ എന്നും പ്രതിഫലം കിട്ടാറുണ്ടെന്നാണ്. ചീത്ത കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്, ചിലർ ഞങ്ങളെ തല്ലാറുണ്ട്. ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. സുവിശേഷ നിമിത്തം ഭാഗ്യകരമായിരിക്കുന്ന അനുഭവമാണ്. ചിലർ ഞങ്ങളെ പ്രാകാറുണ്ട്. എന്തൊക്കെ ദൂഷണമാണ് പറയുന്നറിയാമോ? തിന്നാൻ നടക്കുന്നവന്മാര് ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നോ? ഇല്ലതാനും. ഇതൊക്കെ ആരാണ്ട് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. നിന്റെ രക്ഷയെ നീ തന്നെ അടച്ചു കളയല്ലേ. മരണത്തിന്റെയും ജീവന്റെയും അധികാരം നിന്റെ നാവിൽ തന്നെയാണ്. ആകിയാൽ നീ ഏത് ഉന്നതനോ ഏത് ജാതി മതസ്ഥരോ ഈ സുവിശേഷത്തിന് ചെവി കൊടുത്തുകൊള്ളുവിന്. മരണമുള്ള എല്ലാവരും സുവിശേഷത്തിന് ചെവി കൊടുത്തുകൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന്, ആ ക്രൂശിൽ അവൻ കഷ്ടമേറ്റ് മരിക്കുന്നു. ആ ക്രൂശിൽ അവൻ നിന്ന് ഏറ്റ് മരിക്കുന്നു. ആർക്ക് വേണ്ടി? നിനക്ക് പകരക്കാരനായിട്ട്. ഒരിക്കല് ആ പൗലോസ്ലീഹ ആ യേശുക്രിസ്തുവിനെ പൗലോസ്ലീഹ ആകുന്നതിന് മുമ്പ് ശൗലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ കൊല്ലുവാനായിട്ട് ദമസ്കോസിന്റെ പടിബാധകൾ ചെല്ലുമ്പോൾ അവൻ ആ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. അവൻ അതിനുശേഷം ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലത്രേ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കഷ്ടമേറ്റ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലത്രേ ഞാൻ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിച്ചു, അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ ദുഷിച്ചു. ഇന്ന് ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, ന്യായപ്രമാണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഒരു കാര്യം മനസ്സിലാക്കി തന്റെ ജീവിതാവസാനത്തായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോരാണ് പൊരുതിയത്, വിശ്വാസത്തിന് വേണ്ടി പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കള്ളുകൂടിയാൻ മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുരോഹിതന്മാര് അത് വിളിച്ചു പറയുന്നതല്ല, അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം സാക്ഷ്യമാകണം. ആ പൗലോസ്ലീഹ എന്നും തന്റെ അവസാനം വരെ ദൈവകൃപയിൽ നിന്നതിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? അവന്റെ ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു. അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാ. എന്നാൽ യേശുക്രിസ്തു ഓരോ വട്ടം അടിയേൽക്കുമ്പോഴും ആ അടി എന്റെ ശരീരത്തിൽ വീഴേണ്ടതായിരുന്നു. എന്നാൽ എനിക്ക് പകരക്കാരനായിട്ട് അവൻ അടിയേറ്റത് വഴി ഞാൻ അവനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ അടിയേറ്റത്. അവന്റെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പുമ്പോൾ അവന്റെ ഹൃദയത്തിൽ പൗലോസ് എന്ന് പറഞ്ഞ എന്റെ മുഖമായിരുന്നു. ഇന്ന് പ്രസംഗിക്കുന്ന വിജയൻ എന്ന് പറയുന്ന എന്റെ മുഖമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തെ ആദരിച്ചുകൊണ്ട് അവൻ നിന്ന ചുമക്കേണ്ടി വന്നു. അത് അവസാനം നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ക്രൂശുമരം ചുമന്നത് വഴി അതേ കഴുകുമരത്തിൽ അവൻ ആണിയടിക്കേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ, നിനക്ക് പകരക്കാരനായിട്ടാ. നിനക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു കേട്ടോ. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അവൻ മരിക്കത്തില്ലല്ലോ. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് സുവിശേഷം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. ആ യേശുക്രിസ്തു മരിച്ചല്ലോ, തീർച്ചയായിട്ടും മരിച്ചപ്പോൾ പൗരോഹിത്യത്തെ നീക്കിക്കളഞ്ഞില്ലേ? തിരശീല കീറിയില്ലേ പ്രിയപ്പെട്ടവരെ? തിരശീല നിലനിൽക്കുമ്പോഴാണ് പൗരോഹിത്യത്തിന്റെ ആവശ്യം. തിരശീല കീറിയെങ്കിൽ, ശത്രുത്വം നീങ്ങിപ്പോയെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ടും കടന്നു എന്നാൽ പോലെയോ? നോക്ക്, നിങ്ങളൊരു വലിയ മതിൽ കെട്ടി, ഒരു കോട്ട കെട്ടി, ഒരു കാവൽക്കാരനെ വെച്ചു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാവൽക്കാരന്റെ അനുവാദത്തോടു കൂടി വരണമെങ്കിൽ ഞാൻ വന്നിട്ട് കെഞ്ചും, എന്നെ ഒന്ന് അകത്തി വിടണമെന്ന്. ഇതാണ് പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം നിങ്ങൾ ആ മതിൽ ഇടിച്ചു കളഞ്ഞു, ഗേറ്റ് തകർത്ത് കളഞ്ഞെങ്കിൽ ഇനി കാവൽക്കാരില്ല. ഏത് വ്യക്തിക്കും നിങ്ങളുടെ
നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പം വേണമെങ്കിലും കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇനി എനിക്ക് കെഞ്ചുവാൻ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ആകിയാൽ പൗരോഹിത്യം ക്രൂസിൽ വെച്ച് ഇടിച്ചു കളഞ്ഞതാണ്. ആകിയാൽ നിങ്ങൾ അതിനകത്ത് മാനസാന്തരപ്പെടണം. ഏതെങ്കിലും പുരോഹിതന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സേവിക്കുന്ന ജനത്തെ ഇനി വഞ്ചിക്കല്ല പ്രിയപ്പെട്ടവരെ. കല്ലറയിൽ വരെ നിന്നെ അവരെന്താണ് ബഹുമാനിക്കും. എന്നാൽ അതിനുശേഷം ഇത്രയും ആത്മാക്കളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞതിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുമോ? ഇല്ല. നിന്റെ നരകവിധി അതിഭയങ്കരമാണെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവർ ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്നത് കൊണ്ട് എനിക്ക് പറയുവാനുള്ള ഇത്ര കാര്യമുള്ളൂ. ഞാനല്ല, ദൈവം തന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യവും മതഭക്തിയും പാരമ്പര്യവും തള്ളിക്കളഞ്ഞ് പൗരോഹിത്യത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾ എന്താണ് അംഗീകരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള പ്രമാണത്തിലേക്ക് മടങ്ങി വരുന്നതാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം എന്ന് വെച്ചാൽ. മരിച്ചവരുടെ മുമ്പിലുള്ള കല്ലറയിലുള്ള ധൂപപ്രാർത്ഥനകൾ നിർത്തണമെന്ന് പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളെ തള്ളിക്കളയണമെന്ന് ദൈവവചനത്തിലേക്കും ശ്രീഹന്മാരുടെ ഉപദേശത്തിലേക്കും ബൈബിളിലേക്കും മടങ്ങി വരണമെന്നാണ് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇതിനാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് സ്നാനമേൽക്കേണ്ടത്. സ്നാനത്താൽ അല്ലാതെ പാപമോചനം ഇല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂസിൽ അവനോടുകൂടെ കഷ്ടമേറ്റ് മരിക്കുന്നതിന് തുല്യമാണ് സ്നാനം. ആ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ച് നരകത്തിലേക്ക് പോയെങ്കിൽ അതേ സ്വഭാവമുള്ള മറ്റേ കള്ളൻ മാനസാന്തരപ്പെട്ടത് വഴി, ആ യേശുക്രിസ്തുവിനോട് മരിച്ചത് വഴി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശനം ചെയ്തു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല. ആകിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വർഗീയ പ്രവേശനം വേണമോ, ഒരു പാപമോചനം വേണമോ, നിത്യജീവിതം വേണമോ? ഈ ഭൂമി നമുക്ക് യോഗ്യമല്ല, ഈ ലോകം അവസാനിക്കും, നമ്മൾ മരിക്കുകയും ചെയ്യും. എന്നാൽ നോക്കുവിൻ, എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മീയ ശരീരം നമുക്ക് തരും അവൻ പ്രിയപ്പെട്ടവരെ. ആകിയാൽ നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് മാനസാന്തരത്തിന്റെ ഒരു വേഷം കൂടെ ഞാൻ പറയാം. ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നമ്മുടെ മതഭക്തിയും പിതൃപാരമ്പര്യവും പൗരോഹിത്യവും തള്ളി യേശുക്രിസ്തുവിനെ മാത്രം ഏകരക്ഷകനായിട്ട് അംഗീകരിക്കുന്നതാണ് മാനസാന്തരം. അതിനുശേഷം വേണം സ്നാനമേൽപ്പാന്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ പാപമോചനം. ഈ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരൊക്കെ സ്വർഗത്തിൽ പോകും കേട്ടോ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ഒരുവനും സ്വർഗത്തിലേക്ക് പോകത്തതുമില്ല. അങ്ങനെ സ്നാനമേറ്റല്ലാതെ സ്വർഗീയമായിരിക്കുന്ന ഈ ആത്മാവിനെ കിട്ടത്തുമില്ല. അങ്ങനെ സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമാക്കി തീർക്കപ്പെട്ടവർ നിങ്ങൾ അങ്ങനെ സ്നാനമേറ്റർ ഒന്നിച്ചു ചേർന്ന് വേണം കൂട്ടായ്മ ആചരിപ്പാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പിതൃപാരമ്പര്യം വിടണമെന്ന് പള്ളിഭക്തിയും ഞാനായിരുന്ന ഹിന്ദുത്വം വിട്ടുകളഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ സകല ജാതിക്കാരും ഭാഷക്കാരും വംശക്കാരുമായിട്ടവർ ചേർന്ന് അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ ഞാൻ പറയാം, എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ അവൻ മാറ്റും കേട്ടോ. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം അവൻ എനിക്ക് തരും കേട്ടോ. 1000 വർഷം ഞാൻ യേശുക്രിസ്തുവിടെ ഭൂമിയിൽ വാഴും കേട്ടോ. അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് അവനോട് കൂടെ പറന്നു പോകും കേട്ടോ. 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള നിത്യാനന്ദത്തിലേക്ക് ഞങ്ങൾ പറന്നു പോകും പ്രിയപ്പെട്ടവർ. ഇത് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ അവസാനം വരെ നീതിയോടെ ജീവിക്കണം, അവസാനം വരെ പാപം കൂടാതെ എൻ്റെ കർത്താവിനെ സ്നേഹിക്കണമെന്നേ ഉള്ളൂ. അതിനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ള ആഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവും എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും രക്ഷ വേണ്ടയോ? നിങ്ങൾക്ക് മരണത്തെ ജയിക്കേണ്ടിയോ? നിങ്ങൾക്ക് എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ വേണ്ടയോ പ്രിയപ്പെട്ടവരെ? അതിനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഞാൻ അങ്ങ് തെളിച്ച് പറയുകയാണ്. ഞാനിങ്ങനെ ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ പല വീട്ടുകാരും എന്നെ കയറ്റത്തില്ല. എന്നോട് പറയും, അച്ഛൻ പറഞ്ഞു നിന്നെ പോലുള്ളവനെ വീട്ടിൽ കയറ്റില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ സത്യം പറഞ്ഞതിനെ നിഷേധിക്കുന്നത്. എന്ത് പ്രിയപ്പെട്ടവരെ? തുറന്നു പറയുക, വേദന കൊണ്ട് പറയുക പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, അതല്ലയോ ജ്ഞാനത്തിൻ്റെ ആരംഭം. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ബൈബിൾ പരിശോധിക്കുക, ഞങ്ങൾ പറഞ്ഞത് സത്യമാണോ മിഥ്യയാണോന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ പാരമ്പര്യം എന്താണ് സത്യമാണോ എന്ന് ബൈബിൾ വെച്ച് താരതമ്യം ചെയ്യും പ്രിയപ്പെട്ടവരെ. പാരമ്പര്യം വ്യർത്ഥമാണ്, സത്യം ബൈബിൾ മാത്രമാണ്, വചനമാണ് സത്യം. എന്നാൽ നോക്ക്, പിന്നെ മാറ്റമില്ലാത്തത് വചനം മാത്രമാണ്, മറ്റെല്ലാം മാറ്റമുള്ളതാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് പാപമോചനം നേടാതെ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടവും നിന്ദയും ഏൽക്കാതെയാണ് നിങ്ങൾ ഇന്ന് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ഇന്നും നാളെ ഒന്നും അവസാനിക്കത്തില്ല. ഒന്നാമത് യേശുക്രിസ്തു മടങ്ങി വരണം. 1000 വർഷം ഭൂമിയിൽ രാജാവായിട്ട് വാഴണം. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് എഴുന്നേക്കും. എൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാത്ത നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റത് ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പാനല്ല, ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ മുമ്പിൽ നിങ്ങൾ എന്താണ് കുറ്റവാളിയായിട്ട് നിൽക്കേണ്ടി വരും. നിങ്ങളുടെ പാപം നിങ്ങളെ ശിക്ഷ വിധിക്കും പ്രിയപ്പെട്ടവരെ. അന്ന് ന്യായപ്രമാണ പ്രകാരം അവൻ ശിക്ഷ വിധിച്ച് എന്താണ് ശിക്ഷയ്ക്ക് കാരണം? യേശുക്രിസ്തു നമ്മുടെ പാപമോചനത്തിനായിട്ട് മരിച്ചിട്ടും അതിനെ അംഗീകരിക്കാതെ
നമ്മുടെ ന്യായപ്രമാണത്തിൽ നിലനിന്നതാണ് പ്രിയപ്പെട്ടവരെ ന്യായവിധിക്ക് കാരണം. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ അപ്പന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കേ, അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കേ, പുരോഹിതന്മാരെ നിങ്ങൾ സേവിക്കുന്ന ജനത്തിന്റെ മുഖത്ത് നോക്കിക്കേ. ഇവരെല്ലാം എരുതിയിലേക്ക് വീണാലത്തെ അവസ്ഥ എന്താണ്? ആ നരകത്തിലേക്ക് അവസാനമുണ്ടോ? ഇല്ല. അത് എത്രയെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ലോകം അവസാനിച്ചാൽ സൂര്യനില്ല, പിന്നെ കാലമില്ല, സമയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ നരകാഗ്നിയിലേക്ക് വീണാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ. 10 ലക്ഷം കോടി വർഷം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വരാമെന്ന് വെച്ചാൽ സാധ്യമല്ല. അവിടെ ശുദ്ധീകരണ സ്ഥലം, ഇതൊക്കെ കള്ള ഉപദേശങ്ങളാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ ശരീരം നരകാഗ്നിയിലേക്ക് വീണാൽ ഒരു മടങ്ങി വരവില്ലാത്തത് കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനമില്ലാത്തത് കൊണ്ട് തേങ്ങിക്കൊണ്ട് പറയുന്നു, മാനസാന്തരപ്പെടുക. യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവൻ്റെ നിന്ന ചുമക്ക് പ്രിയപ്പെട്ടവരെ. അവൻ നമുക്ക് വേണ്ടിയല്ലേ നിന്ന ചുമന്നത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ കഷ്ടം സഹിച്ചത്? അവനെ സ്നേഹിക്കും പ്രിയപ്പെട്ടവരെ. അവൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന അനുസരിക്കും. കർത്താവിനെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്തതുകൊണ്ട് അവൻ്റെ കൽപ്പനയെ അനുസരിച്ചില്ലെന്നേ ഉള്ളൂ. അവനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ കൽപ്പന അനുസരിപ്പാൻ നമുക്ക് സ്വയമേവ മനസ്സ് വരും. ഇങ്ങനെ നമ്മൾ എന്നേക്കും ദൈവത്തോടു കൂടി ആയിരിക്കും. ഈ വചനങ്ങളാൽ വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.